Hello everyone. Next section is കമ്പ്യൂട്ടർ ഡിസൈൻ ആൻഡ് അനാലിസിസിൻ്റെ മൊഡ്യൂൾ 3 ലെക്ചർ 5 ആണ്. അതിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡലിംഗ് ടെക്നിക്സുകളാണ്. അതായത് രണ്ട് ടൈപ്പ് മോഡലിംഗ് ടെക്നിക്സ് ആയിരുന്നു വരുന്നത്, വയർ ഫ്രെയിം മോഡലിംഗ് ആൻഡ് സർഫസ് മോഡലിംഗ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ജോമെട്രിക് മോഡലിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ജോമെട്രിക് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ the mathematical technique of creating a geometry of an object using a സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ ജോമെട്രി നമ്മൾ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്താ പറയുന്നത്, ജോമെട്രിക് മോഡലിംഗ് എന്ന് പറയും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒബ്ജക്റ്റിൻ്റെ ജോമെട്രി നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനും, അതേപോലെ ഒരു ഇമേജായിട്ട് നമുക്ക് ഗ്രാഫിക്കൽ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. രണ്ട് ടൈപ്പാണ് വരുന്നത്, വയർ ഫ്രെയിം മോഡലിംഗ് ആൻഡ് സർഫസ് മോഡലിംഗ്. നമ്മൾ സോഡൽ മോഡലിംഗും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് വയർ ഫ്രെയിം മോഡലിങ്ങിനെ കുറിച്ചും സർഫസ് മോഡലിംഗ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സ്ക്രീനിൽ ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക, ഇതെല്ലാം നമുക്കിതിനകത്ത് വരുന്നതാണ് ജോമെട്രിക് മോഡലിങ്ങിനകത്ത് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം വയർ ഫ്രെയിം മോഡലിംഗ്. വയർ ഫ്രെയിം മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നതായിരിക്കും ലൈൻസ് വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്നതാണ് വയർ ഫ്രെയിം മോഡലിംഗ്. ഇതെന്ന് പറയുമ്പം 2D റെപ്രസെൻറ്റിനേക്കാളും വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. അപ്പോൾ ഒരു 3D ഇമേജ് തന്നെ ആയിരിക്കും വരുന്നത്, പക്ഷേ എന്തായിരിക്കും വയേഴ്സ് ആയിട്ടായിരിക്കും. ഇതിലൊരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി നമുക്ക് വളരെ കുറവായിരിക്കും. കാരണം ബാക്ക് സൈഡിലൊക്കെ ലൈൻസ് വരും. ഇപ്പോൾ നമ്മൾ ഈ ഇമേജ് നോക്കിയാൽ ആദ്യത്തെ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇത് വയർ ഫ്രെയിം മോഡലിംഗ് ആണ്. ഇതിനകത്ത് ബാക്കിലെ ലൈൻസ് ഉണ്ട്. അപ്പോൾ ആ ഹിഡൻ ലൈൻസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഒരു പെർഫെക്റ്റ് ഇമേജ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഹിഡൻ ലൈൻസ് വരുന്നതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവാം, കൺഫ്യൂഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ്. ഇപ്പോൾ ഫസ്റ്റ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 2 ഹിഡൻ ലൈൻസ് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ഫിഗേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സർഫസ് മോഡലിംഗ്. ദ ടെക്നിക്സ് ഓഫ് റെപ്രസെൻറ്റിംഗ് ഓഫ് ഒബ്ജക്റ്റ് ഓർ കമ്പോണൻസ് ബൈ സർഫസസ് ഈസ് കോൾഡ് ആസ് സർഫസ് മോഡലിംഗ്. നമ്മളൊരു ഒബ്ജക്റ്റിനെയോ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർഫസുകളാണ് യൂസ് ചെയ്യുന്നത്. വയർസിന് പകരമായിട്ട് നമ്മൾ സർഫസുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് സർഫസ് മോഡൽ. ഇതിനകത്ത് നമുക്ക് എന്തായിരിക്കും മറ്റതിനേക്കാളും വയർ ഫ്രെയിം മോഡലിനേക്കാളും ക്ലിയർ ആയിട്ട് യൂസറിന് സർഫസ് മോഡൽ വെച്ച് കാണാൻ കഴിയും. പക്ഷേ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ഡേറ്റാസ് നമുക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. അതായത് ബാക്ക്ഗ്രൗണ്ട് ഡേറ്റാസും നമുക്ക് അറിയത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്സ്. അതേപോലെ മാസ് പ്രോപ്പർട്ടി ആൻഡ് ഇനേർഷ്യ പ്രോപ്പർട്ടി കാൽക്കുലേഷനൊക്കെ നമുക്ക് ചെയ്യാൻ എന്തായിരിക്കും, വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അഡ്വാൻസ്ഡ് സർഫസ് മോഡലിംഗ് ടെക്നിക്കായ B-Splines നർവ്സും എന്തുണ്ട്, നമുക്ക് സർഫസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടൊരു ഫിഗറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആ 6 സർഫസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ക്യൂബിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ആ സർഫസിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാൻഡേർഡ് സർഫസസ് മോഡലിംഗ്. സർഫസ് മോഡലിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന സർഫസുകളാണ്. ഫസ്റ്റ് വൺ ഈസ് ബോക്സ്. ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 3 ഡയമെൻഷണൽ സോളിഡ്സ് ആണ്. അതിൻ്റെ ലെങ്ത്, സെൻറ്റർ, കോർണറൊക്കെ ഉള്ളൊരു 3 ഡയമെൻഷണൽ സോളിഡാണ്. അപ്പോൾ അതിൻ്റെ ഇമേജാണ് നമ്മൾ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഹൈറ്റ്, വിഡ്ത്ത്, ലെങ്ത് ഒക്കെ ഉള്ളൊരു സോളിഡാണ് നമ്മൾ എന്താ പറയുന്നത്, ബോക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് വെഡ്ജ്. വെഡ്ജ് എന്ന് പറഞ്ഞാൽ 3D സോളിഡ് വിത്ത് സ്ലോപ്പ്ഡ് ഫേസ്. ഒരു സ്ലോപ്പ്ഡ് ഫേസ്, ടേപ്പറിങ് ആയിട്ടുള്ളൊരു സ്ലോപ്പ്ഡ് ഫേസിനുള്ളതിനാണ് നമ്മൾ എന്താ പറയുന്നത്, വെഡ്ജ് എന്ന് പറയുന്നത്. അതിന് ലെങ്തും ഹൈറ്റും വിഡ്ത്തും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സർഫസ് മോഡലിങ്ങിൽ അത് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന സർഫസാണ്. നെക്സ്റ്റ് വൺ ഈസ് കോൺ. കോൺ എന്ന് പറയുമ്പോൾ എന്താണ്, എ സോളിഡ് പ്രിമിറ്റീവ് വിത്ത് എ സർക്കുലർ ഓർ എലിപ്റ്റിക്കൽ ബേസ് സർക്കുലർ ഷേപ്പിലോ എലിപ്റ്റിക്കൽ ഷേപ്പിലോ ആയിരിക്കും. പിന്നെ ഒരു ടേപ്പറായിട്ടുള്ള സിമെട്രി ഉള്ള ഒരു പോയിൻ്റഡ് എഡ്ജ് ഉണ്ടായിരിക്കും. അതാണ് കോൺ എന്നുള്ളത്. അതിൻ്റെ ഇമേജാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതേപോലെ പോയിൻ്റ് എന്തായിരിക്കും, ബേസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് സ്പിയർ. സ്പിയർ എന്ന് പറഞ്ഞാൽ ഒരു 3D സോളിഡ് പൊസിഷൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈസ് സെൻട്രൽ ആക്സിസ് പാരലൽ ടു Z ആക്സിസ് ഓഫ് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. Z ആക്സിന് സെൻട്രൽ ആക്സിസ് എന്തായിരിക്കും, പാരലായിരിക്കും. ഒരു സ്പിയർ ഷേപ്പിലുള്ള സർഫസ്. നെക്സ്റ്റ് വൺ ഈസ് ടോറസ്. ടോറസ് എന്ന് പറയുമ്പം 2 റേഡിയസ് ഉണ്ടായിരിക്കും, കർവ്സ് ഉണ്ടായിരിക്കും. ഡിഫൈൻഡ് ബൈ 2 റേഡിയസ് കർവ്സ്, 1 ഫോർ ദ ട്യൂബ് ആൻഡ് ദ അതർ ഫോർ ദ ടോറസ് സെൻറ്റർ ഓഫ് ദി ട്യൂബ്. അപ്പോൾ ഇങ്ങനെ റേഡിയസ് ആയിട്ടുള്ള ഒരു സർഫസിനെയാണ്, ട്യൂബ് ഷേപ്പിലുള്ള സർഫസിനാണ് നമ്മൾ എന്താ പറയുന്നത്, ടോറസ് എന്ന് പറയുന്നത്. ഈ ടോറസും
സ്ഫിയറും കോണും ഒക്കെ നമ്മൾ ഡിഫറെൻറ്റ് സർഫസ് എൻറ്റിറ്റീസ് വരുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെക്നിക്സ് അവൈലബിൾ ഫോർ സർഫസ് മോഡലിങ്ങിന് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സ്. ഫസ്റ്റ് വൺ ഈസ് സർഫസ് പാച്ച്. ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദ സർഫസ് ആർ നോൺ ആസ് പാച്ചസ്. അപ്പോൾ സർഫസിനെ ബിൽഡിംഗ് ബ്ലോക്കുകളെയാണ് നമ്മളെന്ന് പറയുന്നത് പാച്ച് എന്ന് പറയുന്നത്. ജനറലി യു ആൻഡ് വി ആർ ദ ടു വേരിയബിൾസ് യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിങ് എ പാച്ച്. ഒരു സർഫസ് പാച്ചിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് യു ആൻഡ് വി. അപ്പോൾ ഈ പാച്ച് എന്നുള്ള സാധനം എന്തായിരിക്കും? ഒരു ബൈപാരാമെട്രിക് വാല്യൂയും ആൻഡ് ഇതിൻ്റെ വാല്യൂ ഈസ് റേഞ്ചിങ് ബിറ്റ്വീൻ 0 and 1. ഇതിൻ്റെ വാല്യൂ 0ക്കും 1നും ഇടയിലായിരിക്കും. ഫോർ ക്രിയേറ്റിംഗ് കർവ്ഡ് പാച്ചസ് വൺ ഓഫ് ദ പാരാമെട്രിക് വേരിയബിൾ ഈസ് ഫിക്സ്. അപ്പോൾ നമുക്കൊരു കർവ്ഡ് പാച്ചാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വേരിയബിളിനെ ഫിക്സ് ചെയ്യുന്നു, എന്നിട്ട് മറ്റേ വേരിയബിളിനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കർവ്ഡ് പാച്ച് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമേജാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 1 പാച്ചിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. Next one is Coons patch. It is a result of interpolation done on intersecting mesh of curves, resulting in rectangular grid of patches. Rectangular grid of patches വെച്ചിട്ട് നമ്മൾ intersecting mesh of കർവ്സിൻ്റെ മെഷിനെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കൂൺസ് പാച്ച് ഉണ്ടാകുന്നത്. ദ സിംപ്ലസ്റ്റ് ഓഫ് കൂൺസ് പാച്ച് ഈസ് ദ ലീനിയർലി ബ്ലെൻഡഡ് കൂൺസ് പാച്ച്. ഒരു സിമ്പിളായിട്ടുള്ള കൂൺസ് പാച്ചിന് എക്സാമ്പിളാണ് ലീനിയർലി ബ്ലെൻഡഡ് കൂൺസ് പാച്ച്. This patch is defined by 4 boundary curves and corner point of patch. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ 4 ബൗണ്ടറി കർവ്സാണ്. അപ്പോൾ നമുക്ക് ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ 4 ബൗണ്ടറി കർവ്സും ഒരു കോർണർ പോയിൻ്റ് ഓഫ് ദ പാച്ച് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് D01 എന്ന് പറയുന്ന കോർണർ പാച്ച്. നെക്സ്റ്റ് വൺ ഈസ് ബൈക്യൂബിക് പാച്ച്. In order to define a surface using point and tangent, bicubic patch is referred. നമ്മൾ പോയിൻറ്റും ടാൻജൻറ്റുമാണ് സർഫസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ബൈക്യൂബിക് പാച്ച് നമ്മൾ റെഫർ ചെയ്യുന്നു. ഇതിൻ്റെ ജനറൽ ഫോം ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PAB = സിഗ്മ E = 0 to 3 ആൻഡ് J = 0 to 3 KIJAB. ഇതാണ് ബൈക്യൂബിക് പാച്ചിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ബെസിയർ സർഫസ് മോഡലിംഗ്. ഇറ്റ് ഈസ് പോസിബിൾ ടു കൺവേർട്ട് ദ സ്ട്രെയിറ്റ് സർഫസ് ടു സ്മൂത്ത് സർഫസ് ബിറ്റ്വീൻ പാച്ചസ്. ഒരു കൺവേർട്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് സർഫസിനെ എന്താക്കുക? സ്മൂത്ത് സർഫസ് ആക്കുക 2 പാച്ചിനുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. വെക്റ്റർ PAB = സിഗ്മ E = 0 to m, സിഗ്മ J = 0 to n, BIM A BJN PIJAB epsilon 01. PIJ എന്ന് പറഞ്ഞാൽ വെയ്റ്റസ് ഓഫ് പോളിഗണും BIM-ഉം BJN-ഉം ബ്ലെൻഡിങ് ഫംഗ്ഷനായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് B-Spline സർഫസ് മോഡൽ. ഇൻ ദിസ് ദ characteristic polygon passes through center point of polygon with a edges tangential to the polygon edge. The other case, the control polygon is closed surface. അതിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. P of AB = സിഗ്മ E = 0 m, സിഗ്മ J = 0 n, NIK A NJL B PIJ, where PIJ വെർട്ടിസ് ഓഫ് പോളിഗണും NIK and NIJ ബ്ലെൻഡിങ് ഫംഗ്ഷനും. സ്പ്ലൈൻ സർഫസ് ഫോർ ഓപ്പൺ പോളിഗൺ എന്നുള്ളതാണ് നമ്മൾ ഇമേജിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഓപ്പൺ പോളിഗണും വരുന്നുണ്ട്, ക്ലോസ്ഡ് പോളിഗൺ. ഇതെന്ന് പറയുന്നത് ക്ലോസ്ഡ് പോളിഗണിന് വരുന്നൊരു B-Spline സർഫസസ് ആണ്. അപ്പോൾ നമ്മൾ ക്ലോസ്ഡ് പോളിഗൺ ആകുമ്പം ഈ സർഫസ് ഒരു ക്ലോസ്ഡ് ഷേപ്പിൽ വരും. ഇനി അതല്ല ഓപ്പൺ പോളിഗൺ ആകുമ്പം സർഫസ് ഓപ്പൺ ഷേപ്പിലായിരിക്കും വരുന്നത്. അപ്പം B-Spline സർഫസ് മോഡലിങ്ങിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പോളിഗൺ എന്തായിരിക്കും? സെൻട്രൽ പോയിന്റ് കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്.